ഇടുക്കിയുടെ മലയോര മേഖലയിൽ മഴ കനക്കുന്നുണ്ട്. അടിമാലി മേഖലയിൽ അതിശക്തമായ മഴയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരിക്കുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. നേരിമംഗലം വനമേഖലയിലൂടെ യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് വീണ്ടും മണ്ണിടിയുകയും ചെയ്തിരിക്കുന്നു. മണ്ണ് നീക്കം ചെയ്തിപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, അടിമാലി മേഖലയിൽ ശക്തമായ മഴയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ഏതായാലും ജാഗ്രത വേണമല്ലേ? വിനീത, അടിമാലി മേഖലയിൽ അതിശക്തമായ മഴയാണ് ഉച്ചയ്ക്ക് ശേഷം അനുഭവപ്പെട്ടത്. ഒരു മണിക്ക് ശേഷമാണ് ഈ മഴ ആരംഭിച്ചത്. പക്ഷേ കഴിഞ്ഞ മണിക്കൂറുകളിൽ അത് കൂടുതൽ ശക്തമാവുകയായിരുന്നു. ഇതോടെയാണ് താഴ്ന്ന മേഖലകളിലടക്കം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായത്. അത് ചെറിയ ആശങ്ക നിലനിൽക്കുന്നത് കഴിഞ്ഞ വർഷം ലക്ഷം വീട് ഉന്നതിക്ക് സമീപം ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് ഒരാൾ മരിക്കുകയും നിരവധി വീടുകൾ, ഏതാണ്ട് 30ഓളം വീടുകൾ തകരുകയും ചെയ്തിരുന്നു. അതേ പ്രദേശത്ത് വീണ്ടും മണ്ണിടിഞ്ഞിരിക്കുകയാണ്. ദേശീയപാതയിലേക്കാണ് മണ്ണും കല്ലും പതിച്ചത്. പക്ഷേ കുറച്ച് മണ്ണും കല്ലും പതിച്ചത്. അത് വേഗം തന്നെ നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അതേ പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കൂടാതെ അടിമാലി ടൗണിൽ തന്നെയുള്ള ലൈബ്രറി റോഡിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി, കടകളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. അല്പനേരം മഴ മാറി നിന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും മഴ ശക്തമായിരിക്കുകയാണ്. അടിമാലി ടൗണിലടക്കം കടകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അടിമാലി കല്ലാർകുട്ടി റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. മണ്ണും മരവും റോഡിലേക്ക് കടപുഴകി വീഴുകയായിരുന്നു. അത് മാറ്റുന്ന പ്രവർത്തികൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൂടാതെ നേരിമംഗലം വനമേഖലയിൽ അതിശക്തമായ മഴയാണ്, കാറ്റുമുണ്ട്. മരം കടപുഴകി വീഴാനും ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ് വീഴാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച മഴയാണ് വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്ന ഒരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്യുന്നത്. വിനീത, ശരി. രാഹുൽ, ഇപ്പോൾ പുതിയ മഴ മുന്നറിയിപ്പ് കൂടി വരികയാണല്ലോ. 3 മണിക്കൂർ ജില്ലയിൽ അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ മരങ്ങൾ കടപുഴകി വീഴുന്നതിനുൾപ്പെടെ സാധ്യതയുണ്ട്. അതിശക്തമായ കാറ്റാണെങ്കിൽ അടിമാലിയിലെ മണ്ണിടിച്ചിൽ ഉൾപ്പെടെ നമ്മുടെ മുന്നിലുള്ളതാണ്. എന്തൊക്കെ കരുതൽ നടപടികളാണ് ജില്ലാ ഭരണകൂടവും സ്വീകരിക്കുന്നത്? വിനീത, 4 മണിക്ക് പുറത്തു വന്ന മുന്നറിയിപ്പിലാണ് അടുത്ത 3 മണിക്കൂർ, അതായത് 7 മണി വരെയുള്ള 3 മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്ക് ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഏതാണ്ട് 2:30-3 മണി മുതൽ തന്നെ അതിശക്തമായ മഴ ഈ അടിമാലി മേഖലകളിൽ, പ്രത്യേകിച്ച് ഇടുക്കിയുടെ മലയോര മേഖലകളിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ അലേർട്ടിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. വൈകുന്നേര സമയമാണ് ദൂരങ്ങളിൽ, അതായത് ശനിയാഴ്ച ദിവസമായതിനാൽ മറ്റ് ജില്ലകളിൽ ജോലി ചെയ്ത് തിരികെ വരുന്ന ആളുകളുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മറ്റ് സ്ഥാപനങ്ങളിൽ കോതമംഗലത്തും എറണാകുളത്തും കോട്ടയത്തൊക്കെ ജോലി ചെയ്ത് തിരികെ വരുന്ന ആളുകളൊക്കെ ഈ സമയത്താണ് നേരിമംഗലം വനമേഖലയിലൂടെ തിരിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അതീവ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇടവിട്ടുള്ള ശക്തമായ മഴയാണ് പല മേഖലകളിലും തുടരുന്നത്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത വേണ്ടത് അടിമാലി മേഖലയിൽ തന്നെയാണ്. അവിടെ മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. ഈ ദേശീയപാതയിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. ഇരുമ്പുപാലത്തും അടിമാലിയിലടക്കം മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. ഈ മലയോര മേഖലകളിൽ ശക്തമായ കാറ്റും വീശുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇടുക്കിയുടെ മലയോര മേഖലകളിൽ യാത്ര ചെയ്യുന്ന ആളുകളും കഴിയുന്ന ആളുകളും അതീവ ജാഗ്രത പാലിക്കണം ഈ മണിക്കൂറുകളിൽ എന്നാണ് ജില്ലാ ഭരണകൂടവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നൽകുന്ന മുന്നറിയിപ്പ്. വിനീത, ശരി. അതാണ് രാഹുൽ സുരേഷ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഇടുക്കിയിൽ, പ്രത്യേകിച്ച് അടിമാലിയിൽ ജാഗ്രത വേണം എന്നത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും